ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു കടായിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മക്രോണിയിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്തും വെന്ത് വരുന്ന സമയത്തൊക്കെ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഒരു 80% വേവിച്ചെടുത്താൽ മതി. ഇവിടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോവും. ഇത് നമുക്കിത് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഊറ്റി വെക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയ ശേഷം ഞാനിതൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ്, അതായത് വൈറ്റ് സോസ്. അതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് റെസിപ്പി അറിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ അവിടെ പറഞ്ഞു തരാം. അപ്പോൾ ഇതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ വൈറ്റ് സോസ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓരോ മക്രോണിയിലും അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചക്ക് കഴിക്കുന്ന ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് മക്കൾക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പച്ചക്കറിയൊക്കെ കഴിച്ചോളും. ഞാനിവിടെ ക്യാരറ്റും കാബേജും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബറും ക്യാപ്സിക്കും ഒക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം സവോളയാണ്. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാടായിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് ആവും. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വൈറ്റ് സോസിലും മക്രോണിയിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് ചേർത്ത് കൂടി പോകരുത്. വീണ്ടും 2 ടേബിൾ സ്പൂൺ വൈറ്റ് സോസും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഷവർമയുടെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു മക്രോണിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. അവസാനമായിട്ട് വീണ്ടും ഞാൻ കുറച്ചും കൂടെ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മയോണൈസ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇത് ഒരു ഷവർമയുടെ ടേസ്റ്റ് കിട്ടുക. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മക്രോണി ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും. മക്രോണി ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്